നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിളിയൂരിൽ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ സൂപ്പർ സൈക്കോ ലക്ഷ്യമിട്ടത് 5 പേരെയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നുണ്ട്. ഇതും സാധാരണ പോലെ ഒരു കൊലപാതകം, ഒന്നെങ്കിൽ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരു മകൻ അച്ഛനെ കൊന്നു എന്നായിരിക്കും എല്ലാവരും ആദ്യം കരുതിയത്. പക്ഷേ പിന്നാലെ തന്നെ കേസ് വിശദമായി അന്വേഷിച്ചപ്പോൾ പോലീസ് തെളിവുകളടക്കം ശേഖരിച്ചപ്പോഴാണ് ഇതിന് പിന്നിൽ മറ്റു പല നിഗൂഢതകളും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന കാര്യം പുറലോകം അറിയുന്നത്. ഇതിന് പിന്നിൽ ബ്ലാക്ക് മാജിക്, സാത്താൻ സേവ, ആഭിചാര ക്രിയകൾ തുടങ്ങിയിട്ടുള്ള പല പേരുകളാണ് ഇതിനൊപ്പം ഉയർന്നു കേൾക്കുന്നത്. അച്ഛനെയും അമ്മയെയും സഹോദരിയും വകവരുത്തുകയായിരുന്നു ഈ പ്രതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിനു മുൻപ് കേരളത്തിൽ തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുള്ള കേഡൽ ജിൻസൺ രാജ പ്രകടിപ്പിച്ച അതേ സൈക്കോ മനോഭാവം തന്നെയാണ് ഈ കേസിലും പ്രജിൻ എന്ന് പറയുന്ന 28 വയസ്സുകാരനായുള്ള യുവാവ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു കേസാണ് അരുണാചൽ പ്രദേശിൽ ദമ്പതിമാരടക്കം 3 മലയാളികൾ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ എന്തെങ്കിലും വ്യക്തിയുടെയോ സംഘത്തിന്റെയോ പ്രേരണയോ സഹായമോ ഉണ്ടോ എന്നത് പോലീസിനെ വട്ടം ചുറ്റിച്ചിരുന്നു. നമ്മൾ ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് തന്നെയാണ് നമ്മുടെ കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നമുക്കിടയിൽ തന്നെ ഇത് സർവ്വസാധാരണമായി ഇന്നത് മാറുകയാണ്. അതാണ് ഈ 3 കേസുകളും. നന്ദൻകോട് കേഡൽ ജിൻസൺ രാജ കുടുംബത്തിലെ 4 പേരെയാണ് ഇത്തരത്തിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ശരീരത്തിൽ നിന്ന് ആത്മാക്കൾ വിട്ടുപോകുന്ന ഒരു അവസ്ഥ, അത് കാണാൻ വേണ്ടിയിട്ട് തൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും അതുപോലെ തന്നെ തൻ്റെ ഒരു ബന്ധുവിനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. മരണത്തിന് ശേഷം അന്യഗ്രഹ ജീവിതം ലഭിക്കുമെന്ന വിശ്വാസമാണ് ഈ തലസ്ഥാനത്ത് തന്നെ ദമ്പതിമാരായ നവീന്റെയും ദേവിയുടെയും കൂട്ടുകാരി ആര്യയുടെയും ആത്മഹത്യക്കുറിപ്പിന് പിന്നിലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അവർ അരുണാചൽ പ്രദേശിൽ പോയിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ഇവിടെയും അന്ന് സാത്താൻ സേവ ചർച്ചയായിട്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസ് ചെറുവിരൽ അനക്കിയില്ല. സാത്താൻ സേവക്കാരിൽ സമൂഹത്തിലെ VVIPകളും ഉണ്ടെന്നായിരുന്നു ഇതിന് പ്രധാന കാരണം. ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് പിന്നിൽ പല ഉന്നത സംഘങ്ങൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ചർച്ചകളെല്ലാം തന്നെ പലപ്പോഴായി വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ കുറച്ചു കാലം വാർത്താ പ്രാധാന്യം നേടുകയും പിന്നീട് അതെല്ലാം തന്നെ തേഞ്ഞു മാഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായും നഗരങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ സാത്താൻ ആരാധന നടക്കുന്നുവെന്നാണ് വിവരങ്ങൾ പലപ്പോഴും പല മാധ്യമങ്ങളിലൂടെയും വന്നിട്ടുള്ളത്. സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവർ പലരുമാണ് ഇത്തരം സംഘങ്ങളിലെ അംഗങ്ങൾ എന്നതാണ് ഞെട്ടിക്കുന്നത്. സാത്താൻ സേവയിലൂടെ ശത്രുക്കളിൽ നിന്ന് രക്ഷയും ഒപ്പം സമ്പാദ്യം കുമിഞ്ഞുകൂടുമെന്ന വിശ്വാസത്തിലും ഇത്തരം സംഘങ്ങളിൽ അംഗങ്ങളാകുന്നവരിൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരും ഉൾപ്പെടുന്നുണ്ട്. ഭയാജനകവും വിചിത്രമാണ് ഇവരുടെ രീതികൾ. കിളിയൂരിലും ഇത് വ്യക്തമാണ്. 5-ാം തീയതി രാത്രിയാണ് കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ജോസിനെ മകൻ പ്രജിൻ ജോസ് അതിക്രൂരമായി വെട്ടിക്കൊന്നത്. ഏകദേശം 28ഓളം വെട്ടുകളാണ് മകൻ അച്ഛന്റെ ദേഹത്ത് വെട്ടിയിരിക്കുന്നത്. സോഫയിൽ കിടക്കുകയായിരുന്ന അച്ഛന്റെ കഴുത്തിലാണ് പ്രതി ആദ്യം വെട്ടിയത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നെത്തി അടുക്കളയിൽ വെച്ച് തലയിലും നെഞ്ചിലും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഈ കൊലയെന്ന സംശയം പോലീസിനുണ്ട്. പ്രജിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് ബന്ധുക്കളുടെയും സംശയം. പ്രജിനെ ഭയന്നാണ് മാതാപിതാക്കൾ വീട്ടിൽ കഴിഞ്ഞിരുന്നതെന്നും എന്തെങ്കിലും ചോദിച്ചാൽ ഇവരെ മർദ്ദിക്കുന്നത് പതിവായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. അതായത് ഇത്രയും വർഷമായിട്ടും മാതാപിതാക്കൾ ഇത് സഹിച്ചാണ് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. അച്ഛനെ കൊലപ്പെടുത്തും മുമ്പ് പ്രജിൻ തന്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇയാളുടെ മുറിയിൽ ഇതിനേക്കാളേറെ തലമുടിയുടെ ഒരു കൂമ്പാരമാണ് കണ്ടെത്തിയത്. ഭസ്മവും കളിമണ്ണും മുറിയിലുണ്ടായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് പ്രജിൻ തന്റെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നു. തന്നെ ആഭിചാരത്തിന്റെ വഴിയെ നയിച്ചവരുടെ വിവരങ്ങൾ പുറത്തറിയിക്കാതിരിക്കാനുള്ള ഒരു വഴിയായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അടക്കം ഫോർമാറ്റ് ചെയ്തത്. വീട്ടിൽ നിന്ന് കിട്ടിയ കുറിപ്പുകളിലാണ് പ്രജിന്റെ കൊലപാതക പദ്ധതികൾ പോലീസ് തിരിച്ചറിയുന്നത്. ജോസിന്റെ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ ഒരു മോഷണ ശ്രമം നടന്നിരുന്നു. ചില കുറിപ്പുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ ഇതിന് പിന്നിലും പ്രജിനാണെന്നാണ് നിലവിലെ സംശയം. അന്നേ ദിവസം കിട്ടിയ കുറിപ്പിന് സമാനമായ പല കുറിപ്പുകളും ഇയാളുടെ മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല വിധത്തിലുള്ള ഉപകരണങ്ങളുമാണ് പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. ഐ ആം സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങിയ പല വാചകങ്ങളും ഇയാൾ മുറിയിൽ എഴുതി വെച്ചിരുന്നു. കളിമണ്ണ് നിർമ്മിച്ച പ്രതിമകളും മറ്റു ചില രൂപങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കളിമണ്ണ് കൊണ്ട് പ്രതിമ ഉണ്ടാക്കി അതിന്റെ തല വെട്ടിക്കളയുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നു. ഹാർഡ്വെയർ കടകളിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച് വിവിധ തരം ടൂൾസും ഇയാൾ നിർമ്മിച്ചിരുന്നു.
ഇതെല്ലാം സാത്താൻ സേവയിലേക്കാണ് വിരൽ ചൂണ്ടുന്ന സംഭവങ്ങളാണ്. കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയ ശേഷമായിരുന്നു പ്രജിൻ ഇങ്ങനെയെല്ലാം ആയതെന്നാണ് പ്രജിന്റെ അമ്മ നൽകിയിട്ടുള്ള മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിന് പിന്നിലെ വസ്തുത പ്രജിനെ ചോദ്യം ചെയ്താൽ തിരിച്ചറിയാം. പക്ഷേ ഇതിന് പോലീസ് ശ്രമിക്കുമോ എന്നതാണ് നിർണായകം. കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സാത്താൻ സേവ വിശ്വാസികളെ ഒന്നിച്ചു ചേർത്ത് മാസ് പ്രയർ നടത്താൻ പോകുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലെ ദ്വീപിൽ സാത്താൻ ആരാധകർ യോഗം ചേരാൻ പോവുകയാണെന്ന വാർത്തകൾ വർഷങ്ങൾക്ക് മുമ്പേ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ ചില വിശ്വാസികളായ 1000 കന്യകമാരുടെ രക്തം വീഴ്ത്തിയുള്ള പ്രത്യേക പൂജകളാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചതായും വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ വാർത്തകൾക്കപ്പുറം ഒന്നും സംഭവിച്ചില്ല. സാത്താൻ സേവാ സംഘങ്ങൾ പല പേരുകളിൽ പല സംഘങ്ങളിൽ ഒത്തുചേരുന്നുണ്ട്. അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും നിലവിലുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള പ്രധാന സംഘമാണ് സാത്താൻ സേവ വിശ്വാസികളെ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥന നടത്തുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ദൈവം, പിശാച്, ആത്മാവ്, സ്വർഗം, നരകം, മനുഷ്യന്റെ അറിവിനും ബോധ്യത്തിനും അപ്പുറമുള്ള ഇത്തരം വിഷയങ്ങളെ അവർ അടങ്ങാത്ത അത്ഭുതത്തോടെ അതിലുപരി ഭയത്തോടെയുമാണ് കണ്ടിരുന്നത്. ഉത്തരം കിട്ടാത്ത പ്രതിഭാസങ്ങളെ മനുഷ്യർ നേരിട്ടത് 2 തരത്തിലാണ്. ഒരു കൂട്ടർ അവഗണിച്ചും മറ്റു കൂട്ടർ അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളിലൂടെ വിശ്വസിച്ചനുസരിച്ചും ജീവിക്കുകയായിരുന്നു. നമ്മളും ഒരുപാട് ഇത്തരത്തിലുള്ള പല കഥകളും കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ അതിന്റെ പിന്നാലെ പോകും, ചിലരെല്ലാം അതിനെ അവഗണിച്ചു വിടുകയാണ് ചെയ്യുന്നത്. വിദേശികളടക്കം പങ്കെടുക്കുന്ന ഇത്തരം സാത്താൻ സേവകൾ പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് ലഹരി മാഫിയകളാണ്. അതീന്ദ്രിയ ശക്തി ലഭിക്കുമെന്നും സമ്പത്ത് ലഭിക്കുമെന്നും ശത്രുക്കളെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുള്ള ധാരണകളിലാണ് പലരും ഇത്തരം സംഘങ്ങളുടെ ഭാഗമാകുന്നത്. സാത്താൻ സേവകൾ ഇതിനായി ഞെട്ടിക്കുന്ന ആഭിചാര ക്രിയകൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം. 13 ഇത്തരക്കാരുടെ ഇഷ്ട നമ്പർ. 13-ാം തീയതി വെള്ളിയാഴ്ചയാവുന്ന ദിവസങ്ങളിൽ ഇത്തരം ആഭിചാരങ്ങൾ കൂടുതലായി നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇത്തരം സാത്താൻ സേവകൾക്കായി കേരളത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും മുൻപ് വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വെള്ളറടയിൽ ഈ ഒരു കൊലപാതകം കൂടെ നടന്നിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ ഇത്തരം വീണ്ടും സാത്താൻ സേവ, ബ്ലാക്ക് മാജിക് തുടങ്ങിയിട്ടുള്ള ചർച്ചകളും വീണ്ടും രംഗത്ത് വരികയാണ്.